ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എടുക്കുന്ന ഈ സീരീസിൽ തന്നെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് തൊഴിൽ വാർത്തയിൽ നിന്നും സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സാണ് ഞാൻ കുറച്ച് ക്ലാസ്സുകളായി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് എല്ലാം സെലക്ട് ചെയ്ത് ഇനിയും ക്ലാസ് തുടരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി ഇടുന്ന എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, പഴയതും കിട്ടും. അപ്പോൾ എല്ലാം നല്ലതുപോലെ കാണുക. ഇന്ന് നമ്മൾക്ക് പഠിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഈ LGSന്റെ സീരീസിലല്ല, അതിന് മുന്നേ തന്നെ LDCയുടെയും സെക്രട്ടറി അസിസ്റ്റന്റിൻ്റെയും ഒക്കെ ടെസ്റ്റ് സീരീസിൽ തന്നെ ഞാൻ കുറച്ച് ന്യൂമറിക്കൽ എബിലിറ്റിയും പിന്നെ നമ്മളെ മാനസിക വികസന ശേഷിക്കും നിരീക്ഷണ പാഠവും ഒക്കെ പരിശോധിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അവസാനത്തെ 20 ക്വസ്റ്റ്യൻസ് അതാണ്. അതിൻ്റെ കുറേ എക്സർസൈസുകൾ ഞാൻ മുൻപത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മോഡലിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കാണുക. അതേപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, നല്ല ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കോഡ് ഭാഷയിൽ BUCKET ബക്കറ്റിനെ CTEUBK എന്ന് എഴുതിയാൽ SITTAR എങ്ങനെ എഴുതാം എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു കോഡ് ഭാഷയിൽ BUCKET എന്നുള്ളത് CTEUBK എന്ന് എഴുതിയാൽ SITTAR എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. SITTAR എന്നുള്ളതിനെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ എന്തോ ആണെന്ന് നിങ്ങൾ ആദ്യം നോക്കണം. എന്നിട്ട് വേണം അതിനെ നമ്മൾക്ക് പുതിയ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇതിന്റെ ഫസ്റ്റ് ക്യാരക്ടറായ B ഇവിടെ സെക്കൻഡ് ക്യാരക്ടർ ആയിട്ടാണ് പോയിരിക്കുന്നത്. ഇതില് U എന്ന സെക്കൻഡ് ക്യാരക്ടർ ഇത് ഇവിടെ ബിയുടെ ഇപ്പുറത്തായിട്ട് വന്നിട്ടുണ്ട്. ഈ ഓർഡറിലാണ് ഇത് തിരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വേർഡിനെയും നമ്മൾ ഇതേപോലെയുള്ള ഓർഡറിൽ മാറ്റണം. ഇവിടെ ബി ഇട്ടിരിക്കുന്നത് 6 ക്യാരക്ടർ എഴുതാനുള്ള സ്ഥലമാണ്. ഇവിടെ ബി ഇട്ടിരിക്കുന്നത് സെക്കൻഡ് ലാസ്റ്റ് ആണ്. അതുപോലെ നിങ്ങൾ ഇവിടെ എസ് സെക്കൻഡ് ലാസ്റ്റ് ആക്കി ഇടുക. ഇവിടെ രണ്ടാമത്തെ ലെറ്ററായ യു ഇട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് മൂന്നാമതായിട്ടാണ്. അപ്പോൾ നിങ്ങൾ എസിന് റൈറ്റ് സൈഡിൽ നിന്ന് മൂന്നാമതായിട്ട് ഇടുക. ഇവിടെ സി ഇട്ടിരിക്കുന്നത് ഫസ്റ്റിലാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ മൂന്നാമത്തെ ക്യാരക്ടർ ഇവിടുത്തെ ഫസ്റ്റ് ക്യാരക്ടർ ആണ്. അപ്പോൾ ഇവിടുത്തെ മൂന്നാമത്തെ ക്യാരക്ടറായി ടിയ നമ്മൾ ഫസ്റ്റ് ക്യാരക്ടർ ആക്കുക. ഇവിടുത്തെ നാലാമത്തെ ക്യാരക്ടറായ കെയ ഇവിടെ ലാസ്റ്റ് ക്യാരക്ടർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ നാലാമത്തെ ക്യാരക്ടറായ ടിയെ നമ്മൾ ഇവിടെ ലാസ്റ്റ് ക്യാരക്ടർ ആക്കുക. ഇവിടുത്തെ അഞ്ചാമത്തെ ക്യാരക്ടറായ ഇ ഇവിടുത്തെ മൂന്നാമത്തെ ക്യാരക്ടർ ആയിട്ടുണ്ട്. അപ്പോൾ അഞ്ചാമത്തെ ക്യാരക്ടറായ എ ഇവിടുത്തെ മൂന്നാമത്തെ ക്യാരക്ടറായി. ഇനി ഇവിടുത്തെ അവസാനത്തെ ക്യാരക്ടറായ ടി ഇവിടുത്തെ രണ്ടാമത്തെ ക്യാരക്ടറായി. അപ്പോൾ ഇവിടുത്തെ ആറാമത്തെ ക്യാരക്ടറായ 6 ഇവിടുത്തെ രണ്ടാമത്തെ ക്യാരക്ടർ ആകും. അപ്പോൾ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ട്രേസ്ഡ്, TRAIST, ട്രേസ്ഡ് ആണ് നമ്മളുടെ ആൻസർ. നമ്മളുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ട്രേസ്ഡ്, ഓപ്ഷൻ ബി ടാർസ്റ്റ്, ഓപ്ഷൻ സി TSRAIT, ഓപ്ഷൻ ബി TSIART. ഇതിൽ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ TRAIST. ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉചിതമായ രീതിയിൽ ക്രിയ ചെയ്യുക എന്നുള്ളതാണ്. ഉചിതമായ രീതിയിൽ ക്രിയ ചെയ്യുക.
12 അധികം 22 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 3 ദി ഹോൾ സ്ക്വയർ മൈനസ് 10. അതാണ് ക്വസ്റ്റ്യൻ. 12 പ്ലസ് 22 divided by 11 into 18 divided by 3 the whole square minus 10 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾക്ക് സാധാരണ ചെയ്യുന്ന രീതിയിൽ ഇതുപോലത്തെ കണക്കുകൾ കുറേ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പഴയ ക്ലാസ്സുകളിൽ. ഇത് ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ചെയ്യണം. 12 പ്ലസ് 22 ഡിവൈഡഡ് ബൈ 11 എത്രയാണ്? 2 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 6. 6ന്റെ സ്ക്വയർ വരുമ്പോൾ എത്രയാണ്? 36. 6 ഇൻറ്റു 6 36 മൈനസ് 10 എന്ന് വരും. അപ്പോൾ എത്ര വരും? 12 പ്ലസ് 2 ഇൻറ്റു 36 എത്രയാണ്? 72 മൈനസ് 10 എന്ന് വരും. അപ്പോൾ ആൻസർ എത്രയാണ്? 74 എന്ന് വരും. നമ്മുടെ ആൻസർ 74 എന്ന് വരും. 12 പ്ലസ് 72 മൈനസ് 10 അപ്പോൾ 74 എന്ന് ആൻസർ വരും. നമ്മൾക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ 82, ബി 74, സി 96, ഡി 56. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി 74 ആണ് നമ്മളുടെ ആൻസർ. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 50 കുട്ടികളുള്ള ക്ലാസ്സിൽ നന്ദുവിന്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്ന് നന്ദുവിന്റെ സ്ഥാനം എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 50 കുട്ടികളുള്ള ക്ലാസ്സിൽ നന്ദുവിന്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്ന് നന്ദുവിന്റെ സ്ഥാനം എത്ര? അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ ടോട്ടൽ 50 കുട്ടികളുണ്ട്. അതിൽ ഇങ്ങനെ 50 പേരുണ്ട്. അതിൽ 20ാമതാണ് നന്ദുവിന്റെ സ്ഥാനം എങ്കിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എത്രാമതെന്നാണ്, ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ എത്രാമത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ടോട്ടൽ 50. 50ൽ നിന്ന് ഈ 20 പോയാൽ ഉള്ളതിൽ നിന്ന് 1 കൂട്ടണം. അപ്പോൾ 31. ഇവിടെ നിന്ന് വരുമ്പോൾ 31ാമതാണ് നന്ദുവിന്റെ സ്ഥാനം. ഇവിടെ ഫസ്റ്റിൽ നിന്ന് വരുമ്പോൾ 20 ആണെങ്കിൽ ഇവിടെ നിന്ന് വരുമ്പോൾ 31st ആയിരിക്കും നന്ദുവിന്റെ സ്ഥാനം. ഈ ടോട്ടലിന്റെ കൂടെ ഇത് കുറച്ച് അതിലൂടെ 1 കൂട്ടണം. അപ്പോഴായിരിക്കും കറക്റ്റ് ആൻസർ കിട്ടും. നമ്മുടെ ഓപ്ഷൻസ് എ 32, ബി 29, സി 30, ഡി 31. ഡി 31 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയാത്ത വാക്കേത്? ഇവിടെ സൂപ്പർവിഷൻ എന്ന വാക്കാണ് തന്നിരിക്കുന്നത്. സൂപ്പർവിഷൻ എന്ന വാക്കാണ് തന്നിരിക്കുന്നത്. അതിൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. എ പിസ്റ്റൺ, ബി നോയിസ്, സി പേഴ്സൺ, ഡി റിവിഷൻ. ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റാത്തത് ഏതാണ്? നമ്മൾക്കറിയാം ഈ പിസ്റ്റൺ എന്ന് പറയുമ്പോൾ അതിന് ടി ഉണ്ട്, ഇതിൽ ടി ഇല്ല. അപ്പോൾ ഇത് ഒരു ആൻസർ ആണ്. നോയിസ് NOISE നോയിസ് ഉണ്ട്. പേഴ്സൺ PERSON ഉണ്ട്. റിവിഷൻ REVISION റിവിഷൻ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ആൻസർ ഓപ്ഷൻ എ പിസ്റ്റൺ ആണ് നമ്മളുടെ ആൻസർ. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉചിതമായ ബന്ധം കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഉചിതമായ ബന്ധം കണ്ടെത്തുക.
12:143 എങ്കിൽ 19 എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ട്വൽവ് ഇസ് ടു 143 എങ്കിൽ 19 എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവർക്കും അറിയാം 12 ഇൻറ്റു 12 എടുക്കുകയാണെങ്കിൽ 12 ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു 144 എന്ന് കിട്ടും. ആ 144 മൈനസ് 1 ആണ് 143. അതുപോലെ നമ്മൾ 19 ഇൻറ്റു 19 എടുക്കുകയാണെങ്കിൽ 19 ഇൻറ്റു 19 എടുത്താൽ 361 എന്ന് കിട്ടും. 361ൽ നിന്ന് ഇവിടെ കുറച്ചതുപോലെ 1 കുറയ്ക്കണം. അപ്പോൾ നമ്മൾക്ക് 360 എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ ആൻസർ ഇവിടെ 360 ആണ്. നമ്മളുടെ ആൻസർ 360 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഈ 12ഉം 143യും തമ്മിലുള്ള ബന്ധം 12 ഇൻറ്റു 12 മൈനസ് 1 ആണ്. അതുപോലെ 19ഉം അടുത്ത അക്കവും തമ്മിലുള്ള ബന്ധം 19 ഇൻറ്റു 90 മൈനസ് 1 ആയിരിക്കും. അപ്പൊ നമ്മളുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് 391, 371, 360, 390. അപ്പോൾ ഓപ്ഷൻ സി 360 ആണ് നമ്മളുടെ ആൻസർ. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 വർഷം മുൻപ് രാമുവിന്റെ വയസ്സ് അവന്റെ അച്ഛന്റെ ആ സമയത്തെ വയസ്സിന്റെ വർഗമൂലമായിരുന്നു. ഇപ്പോൾ രാമുവിന്റെയും അവന്റെ അച്ഛന്റെയും വയസ്സിന്റെ അംശബന്ധം 1:4 ആണ് എങ്കിൽ രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 4 വർഷം മുൻപ് രാമുവിന്റെ വയസ്സ് അവന്റെ അച്ഛന്റെ ആ സമയത്തെ വയസ്സിന്റെ വർഗമൂലമായിരുന്നു. അപ്പോൾ അച്ഛന്റെ വയസ്സ് x എന്ന് എടുക്കുകയാണെങ്കിൽ മോന്റെ വയസ്സ് √x ആയിരുന്നു 4 വർഷം മുൻപ്. 4 വർഷം മുൻപ് എങ്കിൽ ഇപ്പോൾ രാമുവിന്റെയും അവന്റെ അച്ഛന്റെയും വയസ്സിന്റെ അംശബന്ധം 1:4 ആണ്. അപ്പോൾ രാമുവിന്റെയും അച്ഛന്റെയും ബന്ധം ഇപ്പോൾ 1:4 ആണ്. രാമു ഇത് അച്ഛൻ, ഫാദർ എന്ന് കൊടുക്കാം, അച്ഛൻ രാമു. 1:4 ആണ് രാമുവും അച്ഛനും. എങ്കിൽ രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് 4 വർഷം മുൻപ് രാമുവിനെ ഇപ്പൊ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 8, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 10, ഓപ്ഷൻ ബി 40. നമുക്ക് ഓപ്ഷൻ ബി 10 വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ബി 10 വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ 4 വർഷം മുൻപാണെങ്കിൽ രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് 10 എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ 4 വർഷം മുൻപ് രാമുവിന്റെ വയസ്സ് 6 ആയിരിക്കും. 4 വർഷം മുൻപുള്ള രാമുവിന്റെ വയസ്സ്. അപ്പോൾ ഇതിന്റെ സ്ക്വയർ റൂട്ടാണിത്. അപ്പോൾ ഇതിന്റെ സ്ക്വയർ ആയിരിക്കും അച്ഛന്റെ വയസ്സ്. അപ്പോൾ 4 വർഷം മുൻപ് എടുക്കുമ്പോൾ അച്ഛന്റെ വയസ്സ് 36 ആണെങ്കിൽ മോന്റെ വയസ്സ് 6 ആയിരുന്നു. എങ്കിൽ മോന്റെ വയസ്സ് ഇപ്പോൾ 10 ആണ് മോന്റെ വയസ്സ്. ഈ എക്സും √x വരുന്ന കാരണം അപ്പൊ നമ്മൾക്ക് അത് ഇപ്പം 8, 10, 12, 40 എന്ന് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ഏതാണ് സ്ക്വയർ റൂട്ട് ഇട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് 10ൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ. 6, 4 വർഷം മുൻപ് 6, 6 × 6 36. അപ്പൊ ഇതാണ് നമ്മളുടെ ആൻസർ. ഓപ്ഷൻ ബി 10 ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വിട്ടുപോയത് കണ്ടെത്തുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ വിട്ടുപോയത് കണ്ടെത്തുക. വിട്ടുപോയത് കണ്ടെത്തുക. PRT VXZ BDF HJL dash
ഇവിടെ ഈ ഡാഷിന്റെ അവിടെ എന്തോ ആണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്, വിട്ടുപോയത് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ സീരീസിന്റെ ഒരു റിലേഷൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് നോക്കാം. പി ആർ ടി എന്തോ റിലേഷൻ? പി ക്യു ആർ എസ് ടി എടുക്കുകയാണെങ്കിൽ പി കഴിഞ്ഞ് ക്യൂ ഇല്ല, പി കഴിഞ്ഞ് ക്യൂ ഇല്ല, ആറായി. ആറ് കഴിഞ്ഞ് എസ് ഇല്ല, ടി ആയി. പി ക്യു ആർ എസ് ടി കഴിഞ്ഞ് യു ഇല്ല, വി ആയി. ഡബ്ല്യു ഇല്ല, എക്സ് ആയി. വൈ ഇല്ല, ഇസഡ് ആയി. അടുത്ത് എ ഇല്ല, ബി ആയി. സി ഇല്ല, ഡി ആയി. ഇ ഇല്ല, എഫ് ആയി. ജി ഇല്ല, എച്ച് ആയി. ഐ ഇല്ല, ജെ ആയി. കെ ഇല്ല, എൽ ആയി. അപ്പോൾ അടുത്ത് എന്തോന്നായിരിക്കും? എൽ കഴിഞ്ഞിട്ട് എം ഇല്ല, എൻ ആയി. എം ഇല്ല, എൻ ആയി. എൽ എം എൻ. ഒ ഇല്ല, പി ആയി. ക്യൂ ഇല്ല, ആർ ആയി. എൻ പി ആർ എന്ന് വരും നമ്മൾക്ക് ആൻസർ. എൻ പി ആർ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എൻ പി ആർ, എൻ ആർ പി, എം എൻ പി, എൻ ഒ പി. അതിന് നമ്മളുടെ ആൻസർ എൻ പി ആർ. എൻ പി ആർ ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിട്ടുള്ള സംഖ്യകളിൽ തൊട്ടു മുന്നിൽ 7 വരുന്നതും തൊട്ടു പിന്നിൽ 9 വരാത്തതും ആയ എത്ര അഞ്ചുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിൻ്റെ അക്കങ്ങൾ ഇവിടെ എഴുതാം. 2, 5, 9, 7, 5, 2, 1, 4, 7, 5, 2, 5, 9, 7, 5, 2, 1, 4, 7, 5, 9, 3, 1, 7, 5, 2, 8, 7, 5, 9, 4, 7, 5, 6. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇതിൽ തൊട്ട് മുന്നിൽ 7 വരണം, പക്ഷെ അത് കഴിഞ്ഞിട്ട് 9 വരാനും പാടില്ല. അങ്ങനെയുള്ള എത്ര അഞ്ചുകൾ ഉണ്ടെന്നാണ്. അപ്പോൾ അഞ്ചുകൾ ഇവിടെ ഒരു 5 ഉണ്ട്, 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 ഇവിടെ ഒരു 5 ഉണ്ട്. പക്ഷേ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുന്നിൽ 7 വരണം, പക്ഷെ പിന്നിൽ 9 വരരുത്. അപ്പോഴിവിടെ തൊട്ട് മുന്നിൽ 7 വന്നു, പിന്നിൽ 9 വന്നില്ല. അപ്പോഴിവിടെ 1 ആയി. ഈ 5ന്റെ തൊട്ട് മുന്നിൽ 7, പിന്നിൽ 9, അപ്പൊ ഇതെടുക്കൂല. ഈ 7ന്റെ ഈ 5ന്റെ തൊട്ട് മുന്നിൽ 5, പിന്നിൽ 2, അപ്പൊ ഇതെടുക്കും. അപ്പോഴിത് 2, പിന്നിൽ 9 അല്ലല്ലോ, അതുകൊണ്ട് എടുക്കും. ഇവിടെ 5ന്റെ തൊട്ട് മുന്നിൽ 7, പിന്നിൽ 9, അപ്പോഴിതെടുക്കൂല. ഇവിടെ ഈ 5ന്റെ തൊട്ട് മുന്നിൽ 7, പിന്നിൽ 6, അപ്പോഴിതെടുക്കും. അപ്പോഴും 3 സ്ഥലത്ത് ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണുണ്ട്. അപ്പോഴും 3 അഞ്ചുകളുണ്ട്. ഓപ്ഷൻസ് 2, 1, 3, 0. അപ്പോഴും ഓപ്ഷൻ സി 3 ആണ് നമ്മളുടെ ആൻസർ. ഓപ്ഷൻ സി 3 അതാണ് നമ്മളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിട്ടുള്ള സംഖ്യകളിൽ വ്യത്യസ്തമായത് ഏത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ള സംഖ്യകളിൽ വ്യത്യസ്തമായത് ഏത്? 1, 8, 4, 3, 2, 7, 6. 2, 7, 8, 6, 5, 3, 1. 3, 9, 5, 8, 6, 2, 0. 4, 2, 9, 8, 7, 0, 3. ഇതിൽ വ്യത്യസ്തമായത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ വ്യത്യസ്തമായത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾക്ക് ഇതെന്തെങ്കിലും ഒരു കണക്ഷൻ കാണുമല്ലോ, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. നമ്മൾക്ക് ഇതിന്റെ ഡിജിറ്റുകളെല്ലാം ഒന്ന് കൂട്ടി നോക്കാം. ഇത് കൂട്ടി നോക്കുമ്പോൾ എത്ര വരും? 8, 4, 12, 15, 17, 24, 30.
അത് സംഖ്യകൾ കൂട്ടുമ്പോൾ 30 എന്ന് കിട്ടും. 7 തൊട്ടും 15, 21, 26, 29, 30. ഇതും 30 എന്ന് കിട്ടി. അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ 9, 14, 22, 28, 30. ഇതും 30 എന്ന് കിട്ടി കൂട്ടിയപ്പോൾ. 2, 9, 11, 19, 26, 29. ഇത് മാത്രം 29. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ. ഇതാണ് നമ്മളുടെ ആൻസർ. ടോട്ടൽ കൂട്ടുമ്പോൾ വ്യത്യാസം വരണം കാരണം. അടുത്ത് വിട്ടുപോയ സംഖ്യ ഏത്? അടുത്ത ക്വസ്റ്റ്യൻ, വിട്ടുപോയ സംഖ്യ ഏത്? ഒരു ഫ്ലോ ചാർട്ട് പോലെ 3 എണ്ണം തന്നിട്ടുണ്ട്. 23, 15, 121. സെവൻറ്റി 72, 22, 169. 31, 41 ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 196, 144, 81, 100. അതിൽ ഇവിടെ ഏത് വരുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ റിലേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായാൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ റിലേഷൻ നമ്മൾക്ക് നോക്കാം എങ്ങനെയെന്ന്. ഇവിടെ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 2 ഇത് 2 + 3 + 1 + 5 എത്ര വരും? 5, 5, 6, 11. 11 × 11 എത്രയാണ്? 121. അതാണ് ഈ 121. അതുപോലെ ഇവിടെ നോക്കാം. 7 + 2 9, 9 + 2 11, 11 + 2 13. അപ്പോൾ 13 × 13 എത്രയാണ്? 13 × 13 = 169. അപ്പോൾ ഇതും കിട്ടി. അപ്പോൾ അതുപോലെ നമ്മൾക്ക് ഇത് നോക്കാം. 3, 4, 4, 4, 8, 8, 1, 9. അപ്പോൾ 9 × 9 എത്രയാണ്? 9, 81. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ 81 ആണ്. മനസ്സിലായില്ലല്ലോ എങ്ങനെയാണ് ചെയ്തതെന്ന്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 196, 144, C 81, 100. അപ്പോൾ ഓപ്ഷൻ സി 81 ആണ് നമ്മളുടെ ആൻസർ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രാജേഷിന്റെ വരുമാനം ഗിരീഷിനേക്കാൾ 25% കൂടുതലാണ് എങ്കിൽ ഗിരീഷിന്റെ വരുമാനം രാജേഷിനേക്കാൾ എത്ര ശതമാനം കുറവാണ്? ഒരാളുടെ വരുമാനം ഒരാളുടെ വരുമാനത്തിനേക്കാളും ഇത്ര കൂടുതലാണെന്ന് പറഞ്ഞാൽ അയാളിൽ നിന്നും ആദ്യത്തെ ആളിന് എത്ര ശതമാനം കുറവ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എത്ര കൂടി എന്നുള്ളത് എഴുതണം. ആ കൂടിയതിൽ എത്രയാണ് പെർസെൻറ്റേജ് കൂടിയത് എങ്കിൽ 100-ന് എത്ര എന്ന് കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾക്ക് പെർസെൻറ്റേജ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ രാജേഷിന്റെ വരുമാനം ഗിരീഷിനേക്കാൾ 25 കൂടുതലാണ്. ഇത് രാജേഷ്, ഇത് ഗിരീഷ്. രാജേഷിന് 25% കൂടുതലാണ്. 25% കൂടുതലാണ്. അപ്പോൾ എത്രയാണ് വരുന്നത്? രാജേഷിന് 100 + 25 വന്നു. 20% കൂടുതലാണ് എങ്കിൽ ഗിരീഷിന്റെ വരുമാനം രാജേഷിനേക്കാൾ എത്ര കുറവാണ്? അപ്പോൾ 25%. അപ്പോൾ 100 + 25 കൂടിയത്. ആ 125-ൽ 25% കൂടിയത് എന്ന് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾക്ക് എത്ര ശതമാനം കുറഞ്ഞു എന്ന് കണക്ക് കിട്ടും. 25 × 100 ÷ 100 + 25. 25 കൂടിയത്. 25% കൂടി. അപ്പോൾ എത്ര ശതമാനം കണ്ടുപിടിക്കാം നമ്മൾക്ക്. അപ്പോൾ 25
ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 125. അപ്പോൾ എത്ര കിട്ടും? 5. 100 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 20. 100 ഡിവൈഡഡ് ബൈ 5 20. അപ്പോൾ 20% ആണ് നമ്മളുടെ ആൻസർ. അപ്പോഴാ കൂടിയതിൽ 25 ആണ് എങ്കിൽ 100-ന് എത്ര എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾക്ക് 125-ഉം 25-ഉം കൂടെ വെട്ടിപ്പോയി 5 ആയി. പിന്നെ ഈ 100 100 ഉണ്ട്. 100/5 ആകുമ്പോൾ 20%. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് A 25%, B 20%, C 30%, D 22%. നമ്മുടെ ഓപ്ഷൻ ബി 20% ആണ് കറക്റ്റ് ആൻസർ. ബി 20% ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്ന് സംഖ്യകളുടെ ശരാശരി 20. ആദ്യ രണ്ട് സംഖ്യകളുടെ തുക 42 ആണെങ്കിൽ മൂന്നാമത്തെ സംഖ്യ ഏത്? മൂന്ന് സംഖ്യകളുണ്ട്. നമ്മൾക്ക് എ ബി സി എന്നെടുക്കാം. മൂന്ന് സംഖ്യകളുടെ ശരാശരി 20 എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 3. മൂന്നെണ്ണം അല്ലേ? മൂന്ന് സംഖ്യ ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 20 ആണ്. ശരാശരി 20. ആദ്യ രണ്ട് സംഖ്യകളുടെ തുക 42. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് നമ്മൾക്ക് 42 എന്ന് എടുക്കാം. രണ്ട് സംഖ്യകളുടെ തുക 42 ആണെങ്കിൽ മൂന്നാമത്തെ സംഖ്യ ഏത്? അപ്പോൾ സി എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ നമ്മൾക്കറിയാം എ പ്ലസ് ബി 42. അപ്പോൾ 42 പ്ലസ് സി ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 20 ആണ്. ഇതിന്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതാം. 20 ആണ്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ അപ്പോൾ സി എന്ന് പറഞ്ഞാൽ സി ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു A plus B is equal to 42. 42 plus C by 3 is equal to 20. ഇതിൽ നിന്ന് C കണ്ടുപിടിക്കണം. C is equal to 20 into 3 minus 42. അറിയാലോ 20 into 3 minus 42. അപ്പോൾ 60 minus 42 is equal to 18. നമ്മുടെ ആൻസർ 18 ആണ്. ഇതിലെ ഓപ്ഷൻസ് A 18, B 28, C 14, D 20. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ A 20 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? എ പ്ലസ് ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടില്ല. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഇത് മൂന്ന് സംഖ്യകളായ കാരണം ഡിവൈഡഡ് ബൈ 3. അതിന്റെ ആൻസർ 20 എന്ന് തന്നിട്ടുണ്ട് ശരാശരി. അപ്പോൾ അതിൽ നിന്ന് സി കണ്ടുപിടിക്കണം. 3 into 20 minus 42. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വില എത്ര? ഇതൊരു സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. അക്കങ്ങൾ ഇത്തിരി കോംപ്ലിക്കേഷൻ എന്നേ ഉള്ളൂ. വില എത്ര? 617 അധികം 6.017 അധികം 0.617 അധികം 6.0017. ഇത് എത്രയാണെന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾക്ക് ഇത് എഴുതി കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും, പക്ഷെ നിങ്ങൾ എഴുതി തെറ്റാതെ എഴുതി ചെയ്തോളൂ. 617 പ്ലസ് 6.017 0.617 6.0017. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾക്ക് 7
7 14 15 1 ശിഷ്ടം 2 3 6 പോയിന്റ് 6 എണ്ണം 12 19 1 ശിഷ്ടം 2 6 629.6357 എന്ന് കിട്ടും. 629.6357. നമ്മളുടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ 6.2963, ഓപ്ഷൻ ബി 62.965, ഓപ്ഷൻ സി 629.6357, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. നമ്മളുടേത് ഓപ്ഷൻ സി ആണ്. നമ്മളുടേത് സി ആണ്. 629.6357 ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/2-നും 1/3-ക്കും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? 1/2-നും 1/3-ക്കും ഇടയിലുള്ള ഭിന്നസംഖ്യ. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എ 1/4, ബി 4/7, സി 3/4, ഡി 2/5. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. ഇതിൽ നിങ്ങൾക്കറിയാം 1/2-നും 1/3-ക്കും ഇടയിലാണ്. 1/4 എന്തായാലും വരില്ല, കാരണം 1/2ക്കാളും 1/3യേക്കാളും കുറവാണ്. അതുകൊണ്ട് എന്തായാലും 1/4 വരില്ല, ഇടയിലല്ല. 4/7 എന്ന് പറഞ്ഞാൽ 1/2-വിനേക്കാളും കൂടുതലാണ്. അപ്പോൾ 1/2 മുതലുള്ളതേ വേണ്ടി, അപ്പോൾ 1/2-വിനേക്കാളും കൂടുതൽ നമ്മൾക്ക് വരില്ല. അടുത്ത് 3/4 എന്ന് പറഞ്ഞാലും നിങ്ങൾക്കറിയാം 1/2-വിനേക്കാളും കൂടുതലാണ് 3/4. അപ്പോൾ അത് വരില്ല. നമ്മളുടെ ആൻസർ 2/5. 2/5 എന്ന് പറഞ്ഞാൽ 1/2-നും 1/3-ക്കും ഇടയിലാണ് 2/5 വരുന്നത്. അപ്പൊ നമ്മളുടെ ആൻസർ ഓപ്ഷൻ ഡി 2/5. ഓപ്ഷൻ ഡി 2/5 ഇതാണ് റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7, 13, 28 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 6 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 7, 13, 28 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 6 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ 364, ഓപ്ഷൻ ബി 360, ഓപ്ഷൻ സി 372, ഓപ്ഷൻ ഡി 370. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ശിഷ്ടം 6 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ എഴുതുമ്പോൾ നമ്മൾ ഇതിന്റെ LCM എടുക്കണം. ഇതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 7, 13, 18 28 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 6 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ നമ്മൾ ഇതിന്റെ LCM എടുക്കണം, ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ. 7, 13, 28ന്റെ LCM എടുത്തു. 7, 1, 13, 7, 4, 28 ഇത്രേ പോവുള്ളൂ, ഇനി പോകില്ല. അപ്പോൾ നമ്മൾക്ക് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കാം. 7, 13, 4. 7, 4, 28. 28 into 13. 28 into 13. 364. ഇത്ര താഴെ നിങ്ങൾക്ക് കാണാമോ എന്ന് അറിഞ്ഞുകൂടെ ഞാൻ ഒന്നുകൂടെ ഇവിടെ എഴുതി ചെയ്യാം. 28 into 13. 5 ശിഷ്ടം 6, 8, 8, 1, 2, 2, 4, 16, 364 എന്ന് കിട്ടും. അപ്പോൾ 364 അതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 6 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഏറ്റവും ചെറിയ സംഖ്യ ഇതാണ്, പക്ഷെ ശിഷ്ടം 6 വരണം. അപ്പോൾ ഇതിന്റെ കൂടെ 6 കൂട്ടണം, എങ്കിലേ നമ്മൾക്ക് ശിഷ്ടം 6 കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ സംഖ്യ എന്ന് പറയുന്നത് 370 ആണ്. നമ്മളുടെ ഓപ്ഷൻസ് 364, 360, 372, 370. അതിൽ ഓപ്ഷൻ ഡി 370 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി 370. ഇനി നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ലസാഗു എത്ര?
ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ലസാഗു എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ 5 അഭാജ്യ സംഖ്യ എന്ന് പറയുമ്പോൾ 2, 3, 5, 7, 11. ഇതാണല്ലോ ആദ്യത്തെ 5 അഭാജ്യ സംഖ്യ. ഇതിന്റെ ലസാഗു എത്ര എന്നാണ്. ഇതിന്റെ ലസാഗു കാണാം. അപ്പോൾ ഇതിൽ ഒന്നും കോമൺ ആയിട്ട് പോകൂല. അപ്പോൾ ലസാഗു എന്ന് പറയുമ്പോൾ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. 2 × 3 6, 6 × 5 30, 30 × 7 210, 210 × 11 2310 എന്ന് വരും നമ്മളുടെ ആൻസർ. ലസാഗു ഏറ്റവും ചെറിയ സംഖ്യ. ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ലസാഗു 2310 എന്ന് വരും. നമ്മളുടെ ഓപ്ഷൻസ് 175, 2310, 1155, 2500, 25410 എന്നാണ്. നമ്മളുടെ ആൻസർ ഓപ്ഷൻ ബി 2310. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരി ഉത്തരം ഏത്? 345.72 ഇൻറ്റു 7.46. അതിന്റെ ആൻസർ കണ്ടുപിടിക്കാനാണ്. 345.72 ഇൻറ്റു 7.46. 7.46 ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ദശാംശം മാറ്റി മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ദശാംശം മാറ്റി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4 സ്ഥാനം മാറ്റി ഡോട്ട് ഇട്ടാൽ മതിയാകും. ദശാംശം ഇട്ടാൽ മതിയാകും. നമ്മൾക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. 6 2 12, 1 ശിഷ്ടം 42 1 43, 4 ശിഷ്ടം 5 6 30 4 34, 3 ശിഷ്ടം 6 4 24, 3 27, 2 ശിഷ്ടം 6 3 18 2 20, 4 2 8, 7 4 28, 2 ശിഷ്ടം 5 4 20, 2 22, 2 ശിഷ്ടം 16 2 18, 1 ശിഷ്ടം 3 12 1 13, 7 2 14, 1 ശിഷ്ടം 7 49 1 50, 5 ശിഷ്ടം 7 5 35 5 40 50, 5 ശിഷ്ടം 7 5 35 5 40, 4 ശിഷ്ടം 7 28 4 32, 3 ശിഷ്ടം 3 21 3 24, 2 11 1 ശിഷ്ടം 16 17 1 ശിഷ്ടം 3 7 10 1 ശിഷ്ടം 9 5 7 5 2 ഇത്രയും വരും. നമ്മൾ 4 പോയിന്റ് മാറ്റി കുത്തിരണം. 4 അപ്പോൾ 25 79.0712 നമ്മൾ ആൻസർ വരും. നമ്മൾക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 2579.0712, ഓപ്ഷൻ ബി 2580.0712, ഓപ്ഷൻ സി 2580.0812, ഓപ്ഷൻ ഡി 2580.0912. നമ്മളുടെ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ. 2570.0712 അതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 180നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ 180നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 180 അതിനെ നമ്മൾ ഘടകങ്ങളാക്കാൻ നോക്കാം. 2 കൊണ്ട് നോക്കാം. 90, 90നെ നമുക്ക് പിന്നെ 2 കൊണ്ട് നോക്കാം. 45, പിന്നെ നമ്മൾക്ക് 5 കൊണ്ട് നോക്കാം. 9, പിന്നെ നമ്മൾക്ക് 3 കൊണ്ട് നോക്കാം. 3.
ഇത്രയും കിട്ടും നമ്മൾക്ക് ഇങ്ങനെ നമ്മുടെ. എന്നിട്ട് 2 2 5 3 3 അപ്പോൾ 2 2 രണ്ടെണ്ണം 2 2 2 വരണുണ്ട്. അപ്പോൾ 2 സ്ക്വയർ 5 3 സ്ക്വയർ. അതാണ് നമുക്ക് വരുന്ന ആൻസർ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 2 സ്ക്വയർ ഇൻറ്റു ഓപ്ഷൻസ് നോക്കാം. 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 5 അതല്ല. 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ അല്ല. 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 അതാണ്. 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. അടുത്ത 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 അതല്ല. 2 സ്ക്വയർ ഇൻറ്റു 3⁴ ഇൻറ്റു 5 അല്ല. നമ്മളുടെ ആൻസർ 2 സ്ക്വയർ ഇൻറ്റു, ഇതിനെ ഒന്നുകൂടെ തിരിച്ചെടുത്ത് എഴുതാം. 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 അതാണ് നമ്മളുടെ ആൻസർ. ഇത് തന്നെയാണ്. ഇതിന് തിരിച്ചെഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഇത് തന്നെയാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജു ഒരു സൈക്കിൾ 8000 രൂപയ്ക്ക് വാങ്ങി. അതിനുശേഷം 6000 രൂപയ്ക്ക് വിറ്റാൽ അയാളുടെ നഷ്ടശതമാനം എത്ര? അയാൾ 8000 രൂപയ്ക്ക് വാങ്ങിയതാണ്, 6000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഈ 8000 രൂപയ്ക്ക് വാങ്ങി അത് 6000 രൂപയ്ക്ക് വിറ്റു. അയാളുടെ നഷ്ടശതമാനം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 8000 രൂപയ്ക്ക് അയാൾ വാങ്ങിയ സാധനമാണ്. അയാൾ 2000 രൂപ കുറച്ചാണ് വിറ്റത്. 8000 മൈനസ് 6000ത്തിന് അയാൾ വിറ്റു. അയാൾ 6000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ അയാൾക്ക് ലോസ് വന്നത് 8000 മൈനസ് 6000 ആണ്. എങ്കിൽ ആ ലോസ് 100ന് എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സൈക്കിൾ 8000 രൂപയ്ക്ക് വാങ്ങിയ ശേഷം 6000 രൂപയ്ക്ക് വിറ്റാൽ അയാളുടെ നഷ്ടശതമാനം എത്ര? അയാളുടെ നഷ്ടം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8000 രൂപയ്ക്ക് വാങ്ങി 8000ത്തിൽ 6000 രൂപയ്ക്ക് കൊടുത്തു. അപ്പോൾ ഇത്രയും കുറച്ചാണ് കൊടുത്തത്. എങ്കിൽ 100ന് എത്രയാണ് 100ന് കുറഞ്ഞത്? 8000ത്തിന് ഇത്ര കുറഞ്ഞു എങ്കിൽ 100ന് എത്ര കുറഞ്ഞു? 8000ത്തിന് ഇത്രയും രൂപ കുറഞ്ഞു എങ്കിൽ 100ന് എത്ര രൂപ കുറഞ്ഞു എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ 8000 മൈനസ് 6000 എന്ന് പറഞ്ഞാൽ 2000. 2000 ഡിവൈഡഡ് ബൈ 8000 ഇൻറ്റു 100. നമ്മൾക്ക് വെട്ടിപ്പോണതെല്ലാം വെട്ടിപ്പോട്ടെ. 3 0 3 0 വെട്ടിപ്പോയി. 2/8 നമ്മൾക്ക് 1/4 എന്ന് എഴുതാം. 1/4. അപ്പോൾ 1/4 ഇൻറ്റു 100 1/4 ഇൻറ്റു 100. അപ്പോൾ 100/4 100/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25. 100/4 എന്ന് പറയുമ്പോൾ 25. അയാൾക്ക് നഷ്ടം വന്നത് 25% ആണ്. നമ്മൾക്ക് ഓപ്ഷൻസ് 25%, 20%, 24%, 21%. നമ്മൾക്ക് ഓപ്ഷൻ എ 25% നഷ്ടമാണ് അയാൾക്ക് വന്നത്. അയാൾക്ക് വന്ന നഷ്ടം 25%. മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്? ടോട്ടൽ ഇത്രയും രൂപയ്ക്ക് വാങ്ങിയപ്പോൾ ഇത്രയും രൂപ നഷ്ടം വന്നു എങ്കിൽ 100ന് എത്ര നഷ്ടം എന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് √64 = 8 ആയാൽ √0.64 പ്ലസ് √0.000064 എത്ര എന്നാണ്? √64 = 8 എല്ലാവർക്കും അറിയാലോ. √64 എന്ന് പറയുന്നത് 8 ആണെന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് √0.64 പ്ലസ് √0.000064. 4 0യും 64. അപ്പോൾ നമ്മൾക്കറിയാം റൂട്ട് വരുമ്പോൾ ഇവിടെ 6 വന്നാൽ നമ്മളുടെ ആൻസറിന് 3 പോയിന്റ് സ്ഥാനേ വരുള്ളൂ. ഇവിടെ 2 വന്നാൽ നമ്മൾക്ക് 1 സ്ഥാനേ വരുള്ളൂ പോയിന്റ് റൂട്ടിൽ. റൂട്ട് നമ്മൾ നമ്പറാക്കി മാറ്റുമ്പോൾ
ഇവിടെ 2 സ്ഥാനമുണ്ടെങ്കിൽ 1 വരുള്ളൂ. അപ്പോൾ നമ്മൾ √0.64 എത്ര വരും? 0.8 എന്നേ വരുള്ളൂ. 0.8 ഇൻറ്റു 0.8 ആണ് 0.64 എന്ന് പറയുന്നത്. 2 ഡെസിമൽ പ്ലേസ് വരും. പ്ലസ് 0.000064 എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഡെസിമൽ പോയിന്റേ വരുള്ളൂ. 0.008 3 ഡെസിമൽ പോയിന്റേ വരുള്ളൂ. 6 പോയിന്റ് വരൂല. 0.0008. അപ്പോൾ 0.8 പ്ലസ് 0.008 ആണ് കണ്ടുപിടിക്കാനുള്ളത്. 808. അപ്പോൾ 0.808 ആണ് നമ്മളുടെ ആൻസർ. 0.808 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? 808 നമ്മൾക്ക് ഓപ്ഷൻസ് 80.8, 8.08, 0.808, 0.00808. നമ്മളുള്ളത് ഓപ്ഷൻ സി 0.808 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി 0.808. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ മുൻപിട്ടതും ഇനിയിടുന്നതും എല്ലാം കണ്ട് നിങ്ങൾ LGS പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കുക. ഇത് LGSന് മാത്രമല്ല, തുടർന്ന് വരുന്ന വേറെ എല്ലാ പരീക്ഷയ്ക്കും ഉപയോഗമുള്ളതാണ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.